നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണ സദ്യയ്ക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമെല്ലാം വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലിലാണ് കാസർഗോട്ടുകാരും. വീട്ടിൽ 3 അംഗ മുഖംമൂടി സംഘം കവർച്ചയ്ക്കെത്തിയ സംഭവം. കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളം നാട്ടുകാർ ഭീതിയിൽ. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിയിൽ കുടുംബത്തിലെ 4 പേർ ആസിഡ് അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവം. 4 അംഗ കുടുംബത്തിലെ ഇളയ മകൻ രാകേഷും മരിച്ചു. ദേശീയപാത ചെങ്കള തലപ്പാടി റീച്ച് പൂർണ്ണമായും ക്യാമറ കണ്ണിൽ. കേരളത്തിലെ ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനമാണ് മഞ്ചേശ്വരത്ത് സജ്ജമായത്. ഓണവിപണി ലക്ഷ്യമിട്ട് പാതയോര കച്ചവടത്തിനിറങ്ങിയവർക്ക് കണ്ണീരായി മഴ. പൂക്കച്ചവടവും തുണിത്തരങ്ങളുടെ വിപണനവും മഴയിൽ കുതിർന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണ സദ്യയ്ക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമെല്ലാം വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലിലാണ് എല്ലാവരും. മഴ അല്പം തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും കാസർഗോഡ് നഗരത്തിൽ വൻ തിരക്കാണ് ഉത്രാട ദിനത്തിൽ അനുഭവപ്പെട്ടത്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. തിരുവോണ ആഘോഷത്തിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഓട്ടത്തിലാണ് ഉത്രാട നാളിൽ മലയാളികൾ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ല് അന്വർത്ഥമാകാനെന്ന വണ്ണം കാസർഗോഡ് നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം തിരക്കോട് തിരക്ക് തന്നെയാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കും മറ്റുമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി പ്രധാനമായും പച്ചക്കറിക്കടകളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. നല്ല തിരക്കുണ്ട്. വില പച്ചക്കറിക്കെല്ലാം വില കുറവ്. ചെറിയ പയറിനും കൈപ്പക്കൊക്കെ മാത്രം ചെറിയൊരു പിന്നെ അധികമൊന്നും അല്ലാണ്ട് വേറൊന്നിനും അങ്ങനെ അധികമില്ല. വില കുറവ്. തക്കാളിക്കെല്ലാം ഇന്ന് 30 രൂപ, ഇല്ലെങ്കിൽ 32, 34, 36 തക്കാളിക്ക് ഓണായതുകൊണ്ട് കുറഞ്ഞത്. പയറിനും കൈപ്പക്കാക്കും മുരിങ്ങ കൊല്ലം ആവശ്യക്കാരുള്ളത്. അതിന് മാത്രം 2-3 ഐറ്റംസിന് കുറച്ച് കൂടുതലുണ്ടെന്ന്. പയറിന് 80 രൂപ, പിന്നെ കൈപ്പക്കാക്ക് 100. ബാക്കിയൊന്നും അത്ര വില ഇല്ല. ഇപ്രാവശ്യം ഇല്ല, അങ്ങനെ വില കൂടിയിട്ടൊന്നുമില്ല. സാധനം ഇഷ്ടംപോലെ സാധനമുണ്ട്. എല്ലാ സാധനം പച്ചക്കറി എല്ലാ സാധനമുണ്ട്. ബീൻസും മണ്ടയ്ക്കെല്ലാം കുറവ് വില. പച്ചക്കറിക്കടകൾക്ക് പുറമെ പൂക്കളമിടുവാൻ പൂവ്, ഓണസദ്യയ്ക്കും മറ്റുമുള്ള സാധനങ്ങൾ, ഓണക്കോടിയടക്കമുള്ള വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുവാനെത്തിയവരാലും നഗരം നിറഞ്ഞു. സ്വർണ്ണക്കടകളിലും ഗൃഹോപകരണ സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വഴിയോര കച്ചവടവും പൊടി പൊടിക്കുകയാണ്. കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. ഗതാഗത നിയന്ത്രണത്തിനും ക്രമസമാധാന പാലനത്തിനുമായി കൂടുതൽ പോലീസുകാരെയും നഗരത്തിൽ വിന്യസിച്ചിരുന്നു. മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വരുന്നുവെന്ന സങ്കല്പത്തിൽ വെള്ളിയാഴ്ച നാടെങ്ങും സമൃദ്ധിയുടെ ഓണമുണ്ണും. പൂക്കളമൊരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നും സദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കും. സമൃദ്ധിയോടെ തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ. സദ്യവട്ടങ്ങൾ ഒരുക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാനും ഓണക്കോടി വാങ്ങുന്നതിനുമായി കാസർഗോഡ് നഗരത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്ത് വീട്ടിൽ 3 അംഗ മുഖംമൂടി സംഘം കവർച്ചയ്ക്കെത്തിയ സംഭവത്തിൽ നാട് ഞെട്ടലിൽ. റഫീഖ് എന്നയാളുടെ വീട്ടിൽ പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു സംഭവം. മോഷ്ടാക്കൾ ഗേറ്റ് തുറന്ന് വീടിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളം പ്രദേശവാസികളിൽ ഭീതി പരത്തുന്ന സംഭവമായിരുന്നു പുലർച്ചെ 2:30 മണിയോടെയുണ്ടായത്. പ്രദേശത്തെ റഫീഖ് എന്നയാളുടെ വീട്ടിൽ 3 അംഗ മുഖംമൂടി സംഘം കവർച്ചയ്ക്കായി എത്തിയ സംഭവമായിരുന്നു നാടിനെ ഞെട്ടിച്ചത്. മോഷ്ടാക്കൾ ഗേറ്റ് തുറന്ന് വീടിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ.
വീട്ടുകാർ വിവരമറിയിച്ചതോടെ കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തുകയും മോഷ്ടാക്കൾക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. തായലങ്ങാടി ഭാഗത്തേക്കാണ് മോഷണ സംഘം ഓടി രക്ഷപ്പെട്ടത്. നഗരത്തോട് ചേർന്നുള്ള പ്രദേശമായിരുന്നിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് കവർച്ചാ സംഘം വീട്ടിലെത്തിയതെന്ന് ദൃശ്യങ്ങളിൽ കാണാം. ഇവരുടെ നീക്കങ്ങളിൽ നിന്നും കവർച്ചയിൽ വൈദഗ്ധ്യമുള്ള ഏതെങ്കിലും സംഘമാണിതെന്നാണ് അനുമാനിക്കുന്നത്. ഇവരെ തിരിച്ചറിയുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിൽ ആസിഡ് അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയ നാലംഗ കുടുംബത്തിലെ ഇളയ മകൻ രാകേഷും മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം. പറക്കളായി ഒണ്ടാമ്പുളിയിലെ കർഷകനായ എം ഗോപി, ഭാര്യ KV ഇന്ദിര, മൂത്തമകൻ രഞ്ജേഷ് എന്നിവർ സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അമ്പലത്തറ പറക്കളായിൽ കുടുംബത്തിലെ 4 പേരെ ആസിഡ് അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. പറക്കളായി ഒണ്ടാംപുളിയിലെ കർഷകനായ എം ഗോപി, ഭാര്യ KV ഇന്ദിര, മൂത്തമകൻ ഹോസ്ദുർഗിലെ വ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ്മാൻ രഞ്ജേഷ്, ഇളയ മകൻ രാകേഷ് എന്നിവരെയായിരുന്നു ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 2:15 സമീപത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ നാരായണനെ ഫോണിൽ വിളിച്ച് രാകേഷ് തന്നെയായിരുന്നു ആസിഡ് കുടിച്ച വിവരം അറിയിച്ചത്. നാരായണൻ എത്തുമ്പോൾ 4 പേരും അവശനിലയിലായിരുന്നു. ഉടൻ തന്നെ ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗോപി യാത്രാമധ്യേ മരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി ഇന്ദിരയും ആശുപത്രിയിൽ വെച്ച് രഞ്ജേഷും മരണപ്പെട്ടു. ഗുരുതര നിലയിലായിരുന്ന രാകേഷിന് വിദഗ്ധ ചികിത്സയായിരുന്നു നൽകി വന്നിരുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചുവെങ്കിലും പുലർച്ചെയോടെ രാകേഷും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവശേഷം വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 1 ലിറ്ററിന്റെ കുപ്പിയിൽ കാൽഭാഗം ആസിഡ് ശേഷിച്ച നിലയിൽ മുറിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ആസിഡ് കുടിക്കാൻ ഉപയോഗിച്ച കപ്പുകളും സമീപത്തുണ്ടായിരുന്നു. റബ്ബർ ഷീറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണിതെന്നും ഇത് 4 പേരും കുടിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ജീവൻ ഒടുക്കാനുള്ള കാരണം വ്യക്തമല്ലെന്നും പോലീസ് പറഞ്ഞു. ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടതിന്റെ ഞെട്ടലിൽ കഴിയുകയായിരുന്ന പറക്കളായി ഗ്രാമവാസികൾക്ക് ഇപ്പോൾ രാകേഷിന്റെ മരണം കൂടി സംഭവിച്ചത് മറ്റൊരു വേദനയായി. അധ്വാനശീലരായിരുന്ന കുടുംബാംഗങ്ങളെല്ലാവരും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് നാട്ടുകാർക്കും അറിയില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത ചെങ്കള തലപ്പാടി റീച്ച് പൂർണ്ണമായും ക്യാമറ കണ്ണിൽ. കേരളത്തിലെ ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനമാണ് മഞ്ചേശ്വരത്ത് സജ്ജമായത്. ഈ 3ാം കണ്ണിലൂടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനും അപകടങ്ങൾ തടയാനും സാധിക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പ്, വിവിധ ഘട്ടങ്ങളിൽ യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ, ഓടുന്ന വാഹനങ്ങളുടെ വേഗം തുടങ്ങിയവയും ഈ സംവിധാനത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയും. പ്രവൃത്തി പൂർത്തിയായ ദേശീയപാത തലപ്പാടി ചെങ്കള 39 കിലോമീറ്റർ റീച്ചിലോടുന്ന വാഹനങ്ങളുടെ വീഡിയോ ക്യാമറ കൺട്രോൾ റൂം മഞ്ചേശ്വരത്ത് സജ്ജമായി. ഈ റീച്ചിലെ 39 കിലോമീറ്ററിലായി സ്ഥാപിച്ച 39 ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ നിയന്ത്രണം ദേശീയപാത അതോറിറ്റി അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് കൺട്രോൾ റൂമിലാണ്. ഈ പരിധിയിൽ എവിടെയെങ്കിലും വാഹനാപകടമുണ്ടായാൽ കൺട്രോൾ റൂമിലെ സിസ്റ്റത്തിൽ അലാം മുഴങ്ങും. അപകട ദൃശ്യം കണ്ടാലുടൻ തന്നെ ആംബുലൻസ് ഉൾപ്പെടെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തന നടപടികൾ ഉണ്ടാകും. ക്യാമറകളെല്ലാം 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താനാവുന്ന വിധം സംവിധാനം ചെയ്തതാണ്. പ്രധാന പാതയിലേതിനു പുറമെ സർവീസ് റോഡിലെയും ദൃശ്യങ്ങൾ ക്യാമറ പകർത്തും. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ്, വാഹനത്തിന്റെ വേഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്, റോഡ് ക്രോസിംഗ്, വാഹനങ്ങളുടെ പാർക്കിംഗ് എന്നിങ്ങനെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തെളിയും. പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൂരം, അതത് ട്രാക്കിൽ വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗം, മഴ, കാറ്റ് തുടങ്ങിയവ സംബന്ധിച്ച കാലാവസ്ഥ സ്ഥിതിവിവരം എന്നിവ നൽകുന്ന ഡിജിറ്റൽ സ്ക്രീനും പാതയുടെ ആകർഷണമാകും. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ മെയിൻ്റനൻസ് കൺട്രോൾ റൂമാണ് ഇവിടെയുള്ളത്. ക്യാമറകൾ പകർത്തുന്ന ദൃശ്യം കൺട്രോൾ റൂമിൽ സൂം ചെയ്തും അല്ലാതെയും കാണുവാൻ സാധിക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പ്, വിവിധ ഘട്ടങ്ങളിൽ യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ, ഓടുന്ന വാഹനങ്ങളുടെ വേഗം തുടങ്ങിയവ ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ തെളിയും. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ചെങ്കള തലപ്പാടി റീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനം. ദേശീയപാത പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരുവനന്തപുരം വരെയുള്ള മറ്റുള്ള റീച്ചുകളിലും ഈ സംവിധാനം സജ്ജമാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണവിപണി ലക്ഷ്യമിട്ട് പാതയോര കച്ചവടത്തിനിറങ്ങിയവർക്ക് കണ്ണീരായി മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴ. പൂക്കച്ചവടവും തുണിത്തരങ്ങളുടെ വിപണനവും മഴയിൽ കുതിർന്നു. എല്ലാ വർഷത്തെയും പോലെ ഓണപ്പൂക്കളം ഒരുക്കാൻ ടൗണുകളുടെ പാതയോരത്ത് പൂക്കൾ നിരത്തിവെച്ച കച്ചവടക്കാരെ കണ്ണീരിലാഴ്ത്തിയാണ് അവിചാരിതമായി കനത്ത മഴ പെയ്തത്.
പൂക്കൾക്ക് നല്ല വില ലഭിക്കുന്ന ഘട്ടമായിട്ടും ഉത്രാട ദിനത്തിലും തിമിർത്ത് പെയ്ത മഴ കച്ചവടക്കാർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. പൂക്കച്ചവടത്തെ മഴ വല്ലാതെ ബാധിച്ചതായി ചെറുവത്തൂർ ടൗണിൽ പൂ വിൽപ്പനയ്ക്ക് വെച്ച ചന്തേരയിലെ മുനീർ പറഞ്ഞു. ഉത്രാടവും ഓണമില്ലായതുകൊണ്ട് നല്ല പ്രതീക്ഷയോടെ പൂവെല്ലാം ഇറക്കിയത്. പക്ഷേ പെട്ടെന്നുള്ള മഴ കച്ചവടത്തെ ആകെ ബാധിച്ചു. വല്ലാത്ത മഴയായിപ്പോയി. നമ്മളെ ഇപ്പം ആൾക്കാരും കുറഞ്ഞ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടില്ല ദൂരത്തിൽ കൊണ്ടുവന്ന പൂക്കളാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കച്ചവടമില്ല. പെട്ടെന്നുള്ള മഴയാണ് നമ്മളെ ആകെ അവതാളത്തിലാക്കിയത്. ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് കിലോ 200 രൂപ, ജമന്തി കിലോ 400 രൂപ, റോസാപ്പൂ 400 രൂപ എന്നിങ്ങനെയാണ് വിൽപ്പന വിലയുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ ചില ഭാഗത്തു നിന്നും കർണാടകയിലെ ഹാസൻ, മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഉത്തര മലബാറിലെ മിക്ക പൂക്കച്ചവടക്കാരും പൂ കൊണ്ടുവന്ന വിൽപ്പന നടത്തുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മധൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിത്തൽ ഷെട്ടി, മഹാബല റായ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി അസീഷ് ഖാൻ, പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ, അംഗനവാടി ജീവനക്കാർ, ബഡ് സ്കൂളിലെ കുട്ടികൾ, ആശാപ്രവർത്തകർ, ആരോഗ്യ ഓഫീസർ എന്നിവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക ഓണസദ്യയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യത്യസ്ത പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തി ഓണം ആഘോഷിച്ച് ചന്തേര ഓട്ടിസം സെന്റർ രക്ഷാകർതൃ സമിതി. ചന്തേര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ സിനിമാ താരം കപോതൻ ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ പ്രാധാന്യമർഹിക്കുന്നവരാണ് വിഭിന്നശേഷിക്കാരെന്നത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ചന്തേര ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷം. വിദ്യാർത്ഥികൾക്കായി വ്യത്യസ്ത മത്സരങ്ങൾ ഒരുക്കിയും സമ്മാനങ്ങൾ നൽകിയും ഓണപ്പാട്ടുകൾ അവതരിപ്പിച്ചും അധ്യാപകരും രക്ഷിതാക്കളും അവർക്കൊപ്പം ചേർന്നു. എല്ലാവരും ചേർന്ന് ഓണസദ്യയുമുണ്ടു. ചന്തേര ഓട്ടിസം സെന്റർ രക്ഷാകർതൃ സമിതി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം സിനിമാ താരം കപോതൻ ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ മുഴുവൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുള്ളവരാണ് എന്ന് എൻ്റെ അധ്യാപന ഈ 30 വർഷത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്. ആരും കഴിവില്ലാത്തതില്ല. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുള്ളവരാണ് ഇവരൊക്കെ. ഈ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാനും ഈ കഴിവുകൾക്കൊക്കെ വേണ്ട രൂപത്തിലുള്ള സപ്പോർട്ടും ഊർജവും കൊടുക്കുകയാണ് അധ്യാപകരായ നമ്മളും രക്ഷിതാക്കളായ നമ്മളും ഒക്കെ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ഓണാഘോഷ പരിപാടികൾ. കുട്ടികളുടെ മനസ്സിലെ സന്തോഷം ശരിക്കും നമ്മളെക്കാളും രക്ഷിതാക്കളായ നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഓട്ടിസം സെന്റർ PTA പ്രസിഡന്റ് നാരായണൻ മംഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെറുവത്തൂർ BPC VV സുബ്രഹ്മണ്യൻ, P പ്രസന്ന, K സന്തോഷ്, P രാജഗോപാലൻ, C സനൂപ്, M വൃന്ദ, VC റീന, VN ബാബു, PV സുഭാഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യ വിളമ്പി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഒരാഴ്ച നീളുന്ന വിവിധ പരിപാടികളോടെ ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. കനത്ത മഴയെ തുടർന്ന് ചെറുവത്തൂർ ടൗണിൽ നടത്തേണ്ട ഘോഷയാത്ര ഒഴിവാക്കിയെങ്കിലും ആസ്വാദകർക്ക് കലാസായാഹ്നം തേന്മഴയായി. ഒരുമയുടെ സാഹോദര്യത്തിന്റെ പാരമ്പര്യമാണ് ഓണം എന്ന ആഘോഷത്തിലൂടെ മലയാളികൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച M രാജഗോപാലൻ MLA പറഞ്ഞു. വളരെ സമൃദ്ധമായ രീതിയിലാണ് നമ്മുടെ നാടും നഗരവും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരിക്കലും നാടും നഗരവും വിപണിയും എല്ലാം സജീവമാണ്. നമുക്കറിയാം, ഇപ്പോൾ ബഹുമാനപ്പെട്ട കാലത്ത് തന്നെ ഒരുപാട് സമയം മണിക്കൂറുകൾ നമ്മളെല്ലാവരും കൂടി അത്രമാത്രം നിരന്തരമാണ്. അപ്പം ആഹ്ലാദത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ എല്ലാം ഉജ്ജ്വലമായ മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ടാണ് ഓണം നടന്നത്.
ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K വല്ലി, പഞ്ചായത്ത് അംഗം P പത്മിനി, DTPC എക്സിക്യൂട്ടീവ് അംഗം VV രമേശൻ, K ബാലകൃഷ്ണൻ, KV സുധാകരൻ, CV വിജയരാജ്, AK ചന്ദ്രൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ, KM ബാലകൃഷ്ണൻ, P നിസാം, AC മുഹമ്മദ് ഹാജി, സണ്ണി അരമന, VV കൃഷ്ണൻ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TA നസീഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം അപർണ ശർമ്മ അവതരിപ്പിച്ച ഭരതനാട്യവും കുടുംബശ്രീ ജില്ലാ മിഷൻ നാടൻ കലാ വിഭാഗമായ ആട്ടഗദ്ദയുടെ നേതൃത്വത്തിൽ എരുതുകളി, മംഗലംകളി, കൊറകനൃത്തം എന്നിവയും അരങ്ങേറി. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. വ്യാഴാഴ്ച വൈകുന്നേരം കൈകൊട്ടിക്കളി, ചാക്യാർകൂത്ത്, ഗസൽ തേന്മഴ, ഗായിക പുഷ്പാവതി നയിക്കുന്ന ഉത്രാട സന്ധ്യ സംഗീത വിരുന്ന് എന്നിവ നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കന്യാപാടി ജനസേവാ വിശ്വസ്ത നിധി ആശ്രയ ആശ്രമത്തിൽ ഓണം ആഘോഷിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലെ PP യൂണിറ്റ് സ്റ്റാഫുകളും കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആശാപ്രവർത്തകരും. സെക്രട്ടറി രമേശ് കളേരി ഉദ്ഘാടനം ചെയ്തു. കന്യപ്പാടി ജനസേവാ വിശ്വസ്ത നിധി ആശ്രയ ആശ്രമത്തിൽ സർക്കാർ ആശുപത്രിയിലെ PP യൂണിറ്റ് സ്റ്റാഫുകളുടെയും കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആശാപ്രവർത്തകരുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. സെക്രട്ടറി രമേശ് കളേരി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജലജ, PRO രഞ്ജിത്ത്, രാധാകൃഷ്ണ, പാലിയേറ്റീവ് സിസ്റ്റർ രമ, അനുശ്രീ, സുരേഷ് യാദവ്, ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വിവിധ ഓണപരിപാടികളും മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബഹ്റൈൻ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധനസഹായ വിതരണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധനസഹായ വിതരണം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സമുദ്ധാരണ മുന്നേറ്റത്തിന് സമുദായത്തെ പ്രാപ്തമാക്കിയ മുസ്ലിം ലീഗിന്റെ കർമ്മ പദ്ധതിക്ക് കരുത്ത് പകരുന്നതിൽ KMCCയുടെ പങ്ക് നിസ്തുലവും നിത്യസ്മരണീയവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. KMCC എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് കൊറോണ സമയത്ത് KMCCനെ അറിയാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും KMCCക്ക് ഒരു പ്രശസ്തി ലഭിച്ചു. കാരണം അതിൻ്റെ ആ രീതിയിൽ പ്രവർത്തിച്ചതെന്നാണ് ഇത് ലഭിച്ചത്. സർക്കാരിൻ്റെ നോർക്കയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ പോലും പലരും പറഞ്ഞത് പല നോർക്ക ഉദ്യോഗസ്ഥരും പറഞ്ഞ് KMCC പഴി എന്ന് പറയുന്ന ദുബൈയിലും മറ്റും ഉണ്ടായതെല്ലാം കുറേ എനിക്കെന്നെ അനുഭവപ്പെട്ടതാണ്. പലരും യാത്ര ചെയ്യാൻ അനുമതിയില്ലാതെ സൗകര്യമില്ലാത്ത സമയത്ത് KMCCയുടെ സ്പെഷ്യൽ വിമാനങ്ങളിൽ വരാൻ വേണ്ടി പലരും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുള്ളവരും ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തിച്ച് KMCC നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു പ്രശസ്തി ആർജിക്കാൻ KMCCക്ക് സാധിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി റിയാസ് പട്ല അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മണ്ഡലം PTH കമ്മിറ്റിക്കുള്ള ധനസഹായം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാനും MSF ജില്ലാ കമ്മിറ്റിക്കുള്ള ധനസഹായം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി പാറക്കട്ടയും, ചികിത്സാ ധനസഹായം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തളങ്കര, ഖാദർ പൂവൽ, സലീം കാഞ്ഞങ്ങാട് എന്നിവരും വിതരണം ചെയ്തു. AM കടവത്ത്, അഡ്വക്കേറ്റ് NA ഖാലിദ്, AB ഷാഫി, അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, മുസ്തഫ കാഞ്ഞങ്ങാട്, അബ്ദുറഹ്മാൻ കാഞ്ഞങ്ങാട്, ഹാഷിം കടവത്ത്, CA അബ്ദുള്ള കുഞ്ഞി ഹാജി, വെൽക്കം മുഹമ്മദ് ഹാജി, റഹ്മാൻ കട്ടക്കാൽ, സമീർ ബെള്ളൂർ, മമ്മു പോവൽ, മുഹമ്മദ് കുഞ്ഞി മുഗ്രാൽ, താഹ തങ്ങൾ സവാദ് അങ്കടിമുഗർ, ബി ഫാത്തിമ ഇബ്രാഹിം, അബ്ബാസ് ചെമ്മനാട്, റസീന മുഹമ്മദ്, സുമി ജാഫർ, അബ്ദുറഹ്മാൻ മായിപ്പാടി, കരീം കുശാൽ നഗർ, ഹുസൈൻ പാറക്കട്ട, ഇർഷാദ് കോട്ട,
സാദി സക്കോ, റസാഖ് മായിപ്പാടി, അഷ്റഫ് നെല്ലിക്കുന്ന്, ജാഫർ എരിയാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ കുഞ്ഞാമു ബിദ്ര സ്വാഗതവും ഖാദർ പൂവൽ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ ഷാഫി പാറക്കട്ടയെ കേരള പ്രവാസി ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പൂക്കളവും ഓണാശംസകളും സംഘടിപ്പിച്ചു. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു. സി ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. എ കെ ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. വി ഉഷ, എൻ ഗീത, യു കെ ഉണ്ണിമായ, അർജുൻ രാജ്, കെ സുനിത, കെ വി പുഷ്പ, എ കെ റസിക്, കെ വി പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി. വർണ്ണാഭമായ പൂക്കളവുമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണം അലവൻസ് വിതരണം ചെയ്തു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണം അലവൻസ് വിതരണം ചെയ്തു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി സമൃദ്ധിയുമായി മഴുക്കട ശ്രീ തീക്കുട്ടി അറേക്കൽ ദേവസ്ഥാനം മാതൃസമിതി പുഷ്പകൃഷി വിളവെടുപ്പ് നടന്നു. പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചെമ്മട്ടം വയൽ മഴുക്കട ശ്രീ തീക്കുട്ടി അറേക്കൽ ദേവസ്ഥാനം മാതൃസമിതി നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവ്. ദേവസ്ഥാനം അംഗങ്ങളുടെ വീടുകളിൽ തിരുവോണനാളിൽ തനതു പൂക്കൾ ഉപയോഗിച്ച് പൂക്കൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മല്ലിക കൃഷി ആരംഭിച്ചത്. മഞ്ഞ, ഓറഞ്ച്, വാടാർ മല്ലിക തുടങ്ങിയ പുഷ്പങ്ങളാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൃഷി നടത്തിയത്. പുല്ലൂർ പെരിയ ആഗ്രോ സർവീസിൽ നിന്നും 5 രൂപ നിരക്കിൽ ലഭിച്ച 400 ചെടികളാണ് കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവന്റെ പിന്തുണയും മാർഗനിർദ്ദേശവും സ്വീകരിച്ച് കൃഷി നടത്തിയത്. ദേവസ്ഥാനം മാതൃസമിതി അംഗങ്ങൾ അവരുടെ ജോലിയുടെ ഇടവേളയിലാണ് കൃഷി പരിപാലിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്ഥാനം മാതൃസമിതി. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി അർജിത ഉദ്ഘാടനം ചെയ്തു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി അർജിത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ പി രമേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ദേവസ്ഥാനം പ്രസിഡന്റ് എം ദാക്ഷായണി അധ്യക്ഷത വഹിച്ചു. എം കുഞ്ഞമ്പു പൊതുവാൾ, രാമകൃഷ്ണൻ ഉപ്പിലിക്കൈ എന്നിവർ സംസാരിച്ചു. ദേവസ്ഥാനം സെക്രട്ടറി എം രതീഷ് സ്വാഗതവും എം പത്മാവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അന്നപൂർണ യോജന പദ്ധതി പ്രകാരം 2013 ആരംഭിച്ച സമ്പൂർണ്ണ ഓണക്കിറ്റ് വിതരണം ഈ വർഷവും മുടങ്ങാതെ വിതരണം നടത്തി. കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അന്നപൂർണ യോജന പദ്ധതി പ്രകാരം 2013 ആരംഭിച്ച സമ്പൂർണ്ണ ഓണക്കിറ്റ് വിതരണം ഈ വർഷവും മുടങ്ങാതെ വിതരണം ചെയ്തു. 1500-ൽ അധികം കിറ്റുകൾ ഈ പദ്ധതി പ്രകാരം ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട്. കൊളവയൽ സുനാമി കോളനിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഹോസ്ദുർഗ് യൂണിറ്റ് ക്ലബ് പ്രസിഡന്റ് ലയണൽ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ആദ്യ കിറ്റ് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ നിർവഹിച്ചു. ഷിബിൻ ചടങ്ങിൽ സംസാരിച്ചു. കെ ചന്ദ്രൻ കൊളവയലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കിറ്റ് വിതരണ പരിപാടിയിൽ സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി രാമകൃഷ്ണൻ കൊത്തിക്കാൽ സ്വാഗതവും യുധിഷ്ഠിരൻ നന്ദിയും പറഞ്ഞു. ബിജു കൊളവയൽ, കൃഷ്ണൻ കെ, സി വി രാജൻ വിശിഷ്ട അതിഥികളോടൊപ്പം കിറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ തിരുവോണം നാളിൽ നവതിയിലേക്ക് കടക്കുന്ന വൃദ്ധ വന്ധ്യവയോജനങ്ങളെ വീട്ടിലെത്തി ഓണക്കോട് നൽകി ആദരിക്കുന്ന ചടങ്ങ് കൂടി നടത്തുമെന്ന് സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി സർവീസ് ബാങ്കിന്റെ മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട തുകയാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്.
കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് വിതരണം ചെയ്തു. അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട തുകയാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. നെല്ലിക്കാട്ടെ കെ കൃഷ്ണൻ, വീണച്ചേരിയിലെ ബി രോഹിണി എന്നിവർക്കാണ് ധനസഹായം കൈമാറിയത്. ജോയിന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ, ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ, സെക്രട്ടറി വി വി ലേഖ, വൈസ് പ്രസിഡന്റ് വി ഗിനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിശ്വനാഥൻ, ഭരണസമിതി അംഗം കൊട്ടൻ കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് കുടിശ്ശിക തീർത്ത് നൽകുക, ക്ഷേമനിധി പെൻഷൻകാരെ മസ്റ്ററിംഗിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലെ ജില്ലാ ക്ഷേമനിധി ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തിയത്. നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PIA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ പാറ സ്വാഗതവും ട്രഷറർ LK ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി സമരപ്രഖ്യാപനം നടത്തി. ജില്ലാ STU പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് MP ജാഫർ, സെക്രട്ടറി ഷംസുദ്ദീൻ ആവിയിൽ, CA ഇബ്രാഹിം എതിർത്തോട്, റഷീദ് മുറിയനാവി, ജാഫർ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ നേതാക്കളായ പോവൽ അബ്ദുൾ റഹ്മാൻ കടമ്പള, യൂസഫ് പാച്ചാണി, AH മുഹമ്മദ് ആദൂർ എന്നിവർ നേതൃത്വം നൽകി. ഫെഡറേഷൻ ജില്ലാ നേതാക്കളായ പോവൽ അബ്ദുറഹ്മാൻ കടമ്പള, യൂസഫ് പാച്ചാണി, AH മുഹമ്മദ് ആദൂർ, TS സൈനുദ്ദീൻ തുരുത്തി, മുഹമ്മദ് കുഞ്ഞി മൊഗ്രാൽ, ഷിഹാബ് റഹ്മാനിയ നഗർ, ഷാഫി പള്ളത്തടുക്ക, SK അബ്ബാസ് അലി, BK ഹംസ ആലൂർ, ഹനീഫ പൈക്ക, നംഷാദ് ചെർക്കള, ഹസൻ കുഞ്ഞി പാത്തൂർ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. തിരുവോണ സദ്യക്കുള്ള സാധനങ്ങളും ഓണക്കോടിയുമെല്ലാം വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലിലാണ് കാസർഗോട്ടുകാരും. വീട്ടിൽ 3 അംഗ മുഖംമൂടി സംഘം കവർച്ചയ്ക്കെത്തിയ സംഭവം കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളം നാട്ടുകാർ ഭീതിയിൽ. കാസർഗോഡ് അമ്പലത്തറ പറക്കളായിയിൽ കുടുംബത്തിലെ 4 പേർ ആസിഡ് അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവം. 4 അംഗ കുടുംബത്തിലെ ഇളയ മകൻ രാകേഷും മരിച്ചു. ദേശീയപാത ചെങ്കള തലപ്പാടി റീച്ച് പൂർണ്ണമായും ക്യാമറ കണ്ണിൽ. കേരളത്തിലെ ആദ്യ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റേഷൻ സംവിധാനമാണ് മഞ്ചേശ്വരത്ത് സജ്ജമായത്. ഓണവിപണി ലക്ഷ്യമിട്ട് പാതയോര കച്ചവടത്തിനിറങ്ങിയവർക്ക് കണ്ണീരായി മഴ. പൂക്കച്ചവടവും തുണിത്തരങ്ങളുടെ വിപണനവും മഴയിൽ കുതിർന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.